അപ്പോൾ എൻ്റെ കൂടെ അന്ന് ബിജു മേനോനും സച്ചിയും സുരേഷ് കൃഷ്ണ പിന്നെ പി സുകുമാർ, അപ്പോൾ ഇവരെല്ലാം ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഇവിടെ കലൂര് സ്റ്റേഡിയത്തിൻ്റെ അടുത്തൊരു ഫ്ലാറ്റിൽ താമസിച്ചിരുന്നു. ഞാനീ വരുന്നത് ഈ ഓർഡിനറിയുടെ കളക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഒക്കെ ആയിട്ട് തിയേറ്റർ വിസിറ്റുകളും പലതിനും വേണ്ടിയിട്ടാണ്. ഇവരുടെ കൂടെ അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് 2 വർഷത്തോളം ഞങ്ങൾ താമസമൊക്കെ ഉണ്ടായി. അപ്പോൾ സച്ചിയായിട്ട് ഞാൻ കുറേ മാനസികമായിട്ട് അടുത്തു. ഒന്ന്, ഈ സച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള ഈ സാഹിത്യത്തിലുള്ള അഭിരുചി. സച്ചി കണ്ട ആളല്ല, സച്ചി ശരിക്കും എക്സ്പോഷർ വളരെ കൂടുതലാണ്. വളരെയധികം മെമ്മറൈസ് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് കവിതകൾ അറിയുന്നത്. എനിക്ക് തോന്നുന്നു രാമായണത്തിന്റെ പകുതിയോളം ചൊല്ലും. അത്രത്തോളം മെമ്മറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിരുന്നു. പിന്നെ ഈ സിനിമകളെ പറ്റി വളരെയധികം നല്ല നോളജ് ഉണ്ട്. പിന്നെ ഈ ഗ്രാമാറ്റിക്കലി എങ്ങനെയാണ് ഒരു സിനിമയെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വരച്ചിടുന്ന ഒരാളാണ്. അപ്പോൾ ഇയാളോട്ടുള്ള ഈ ചങ്ങാത്തം വളരെയധികം എന്നിലെ ഒരു പഴയ നമ്മളിൽ പണ്ട് എന്തോ ഉറങ്ങിക്കിടക്കുന്ന സാധനത്തിനെ വളരെയധികം ഉണർത്താൻ സാധിച്ചു. പക്ഷെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളതൊന്നും ഞങ്ങൾ രണ്ടുപേരെയും മനസ്സിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇത് സംസാരങ്ങളുടെ ഇടയിൽ ഈ കഥകൾ ഓരോന്ന് പറയും, ഓരോ കഥകൾ എന്നെ കേൾപ്പിക്കും. അപ്പൊ അങ്ങനെ കേട്ട കഥകളാണ് ഈ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസും അനാർക്കലിയും. അനാർക്കലിയുടെ പേര് ഒരു ഹിന്ദി പേരായിരുന്നു, പേരിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ കഥ വേറൊരു കഥയായിരുന്നു, മോഹൻലാൽ സാറിനെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. അതെ അതെ, ലാൽ സാറിനെ വെച്ച് ചെയ്യുന്ന സിനിമയായിരുന്നു. ഇത് ഡയറക്റ്റ് ചെയ്തിരുന്നത് ഷാജുൻ കാരിയലായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി സച്ചി ആലോചിച്ചൊരു കഥയായിരുന്നു. അതങ്ങനെ എന്തോ കാര്യം കൊണ്ട് അത് മുടങ്ങിപ്പോയി. അപ്പൊ എനിക്കൊരു കഥ എഴുതി തരാമെന്ന് മാത്രമേ തീരുമാനമായിട്ടുള്ളൂ. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ മതി, വേറെ 2-3 വേറെയും സ്റ്റോറീസ് പറഞ്ഞു. പക്ഷെ അതൊന്നും എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ മതി എന്ന് അവൻ വീണ്ടും വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. കാരണം കൂട്ടുകാരനാണ്. അനാർക്കലി ലക്ഷദ്വീപിൽ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. രാമു കാര്യേട്ടൻ്റെ ദ്വീപ് എന്നുള്ളൊരു സിനിമയാണ് മിനിക്കോയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റില്ല. ശരിക്കും ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ലക്ഷദ്വീപിന്റെ സ്റ്റോറി പറയുന്ന ഒരു സിനിമ അവിടെ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല. പിന്നെ നമ്മളത് പോയിട്ട് അതിന് മെനക്കെടാൻ അതിൻ്റെ പൈസ പോകും, അതിനോട് പേടി കാരണം വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ എന്തോ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാമായിരുന്നു. പക്ഷെ ഞാൻ അനാർക്കലിയാണ് ചൂസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ തമ്മിൽ യാത്ര ഉണ്ടായി. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഒരു ദിവസം രാത്രി, അപ്പോഴും ഡയറക്ടർ ആരാൻ തീരുമാനം ഉണ്ടായിട്ടില്ല, ഈ എഴുത്തിന്റെ യാത്രയായിരുന്നു. ഒരു ദിവസം രാത്രി എന്നോട് ചോദിച്ചു, ഞാനിതൊന്ന് ചെയ്തോട്ടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോ എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക്, ആ ഒരൊറ്റ വാക്ക് അക്രോസ് ദ ടേബിൾ നടന്ന് അവൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സച്ചി വളരെയധികം കരഞ്ഞു വന്നു. കാരണം അവൻ ആദ്യം അനൗൺസ് ചെയ്ത ഒരു പടം പൂജ നടത്തിയ സമയം സിനിമ നടക്കാതെ പോയി. അതാണ് റോബിൻഹുഡ്. സച്ചി സേതുവില് അവർ ഡയറക്ടർ ആവാൻ വേണ്ടി ആലോചിച്ച പടമാണ്. അതിനുശേഷം ഇവൻ ഡയറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിൽ തന്നെ എന്തെങ്കിലും ആൾക്കാർ അവനെ കളിയാക്കുമോ, വേറൊരു സിനിമ ചെയ്തിട്ടുള്ള പരിചയം എനിക്കില്ല, അസോസിയേറ്റ് ഡയറക്ടറായിട്ടും ഇല്ല. പക്ഷെ ഇവൻ ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ട് എനിക്കറിയാം. മാലിയങ്കര കോളേജിലും കൊടുങ്ങല്ലൂർ ഇവൻ ചെയ്തിട്ടുള്ള, കാരണം ഇവൻ്റെ ഈ യാത്രകളാണ്, ഞങ്ങൾ ഒരുമിച്ചുള്ള സഹജീവനമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം ഇയാൾക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അയാളുടെ ഉള്ളിൽ സിനിമയോട് ഒരു ഭയങ്കര പാഷൻ ഉണ്ട്. അതിനുശേഷം എനിക്ക് ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലുള്ളവർ, കാരണം ഓർഡിനറി ഇങ്ങനെ ഹിറ്റായി നിൽക്കുന്നു, അപ്പോഴും കളക്ഷൻ തുടരുമ്പോൾ ഈ സച്ചിയെ പോലൊരാളെ എന്തിനു നീ ഡയറക്ടറാക്കി എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ പൃഥ്വിരാജ് ഒറ്റ മൊമെന്റിൽ ഇത് വായിച്ചതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജീവ് ഐ എം ഇൻ ടു ദിസ് പ്രൊജക്ട് എന്ന് പറഞ്ഞു. പിന്നെയും കുറച്ച് വഴുകി, ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടാനൊക്കെ വഴുകി. അപ്പൊ അതാണ് സച്ചിയായിട്ടുള്ള സ്റ്റോറി. പക്ഷെ ഇന്നിപ്പോ സച്ചിനെ മലയാള സിനിമ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? സച്ചി അത് പ്രൂവ് ചെയ്തു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പടം കഴിയുമ്പോഴത്തേക്ക് 3ാമത്തെ പടം എങ്ങനെയായിരിക്കും എന്നുള്ളത് എല്ലാവരും ഭയങ്കര ചർച്ച ചെയ്യുന്ന അയ്യപ്പനും കോശിയും അസാധ്യമായിട്ടുള്ളൊരു പടമായിട്ട് മാറുകയും പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് സ്ക്രിപ്റ്റിംഗ് കൊണ്ടുപോകാമെന്ന് ഇങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ട്. ഇടയ്ക്കൊരു സ്ഥലത്ത് ഇങ്ങനെ വീണ് പോവും എന്ന് കരുതിയപ്പോൾ അവിടുന്ന് വീണ്ടും എഴുതി കയറുന്ന ഒരു അഭ്യാസവും കണ്ടിട്ടുണ്ട്. അയാളെ ഭയങ്കര ഈ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ അയാളെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതൊരു തച്ചിന്റെ പണിയെന്ന് പറയും. ഒരു തച്ചിന്റെയും ഇതിന്റെയും ആധാരമെഴുത്തിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒന്നാണ് തിരക്കഥ എന്ന് സച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്, ഭയങ്കര കാൽക്കുലേറ്റീവ് ആണ്, ഭയങ്കര എന്റെ ഗ്രാമറെ വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. ഭയങ്കര വലിയ നഷ്ടമാണ് നമുക്ക്. തീർച്ചയായിട്ടും. ഈ
പാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഈ പാട്ടെഴുത്ത് എന്ന് പറയുന്നത് കവിതയുടെ എക്സ്റ്റൻഷൻ ആയിട്ടാണോ ഇപ്പം നമ്മളിപ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഷിബു ചക്രവർത്തിക്ക് എപ്പോഴും പറയുന്നുണ്ട് അപ്ലൈഡ് ആർട്ടാണെന്ന് പറയാറുണ്ട്. ഇത് മ്യൂസിക്കാലിറ്റിയെ അല്ലെങ്കിൽ മ്യൂസിക്കിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വരികൾ എഴുതുന്നതായിട്ട് ചില സമയത്ത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ വന്നിട്ട് മ്യൂസിക് മാത്രമാണ് അതിനകത്ത് എൻഹാൻസ് ചെയ്ത് നിർത്തേണ്ടത്, വരികളെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വന്നാൽ മതി എന്നാണ്. പക്ഷെ അപ്പോഴും നല്ല പാട്ടുകൾ വരുന്നുണ്ട്, സിനിമയ്ക്ക് യോജ്യമായിട്ടുള്ള ഒരുപാട് കാച്ചി ആയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ട്. പാദരാഞ്ജലി പോലും നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ പ്രേതം വന്നിട്ട് പറയുന്നത് നമ്മൾ ഭയങ്കര സമർത്ഥമായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ പഴയ കാലഘട്ടത്തിലെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ് രാജീവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ എങ്ങനെയാണ് ശരിക്കും നോക്കി കാണാൻ ശ്രമിക്കുന്നത്? ഓരോ കാലഘട്ടത്തിൻ്റെയാണ് അത്. ഇപ്പോഴത്തെ ഒരു ജനറേഷനെ, ഇപ്പോഴത്തെ ഒരു കഥാഗതിയെ അഡ്രസ്സ് ചെയ്യുന്ന പാട്ടുകൾ എന്തിനാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത്? പാട്ടുകൾ എപ്പോഴും സിനിമയുടെ കഥയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയപരിധിയുടെ ആവശ്യങ്ങൾ പാട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ പാട്ടിന് ചില സമയത്ത് അതിൻ്റെ ധർമ്മം മാറുന്നതാണ്. ഇപ്പോൾ വരുന്ന കഥകൾക്ക് അനുസരിച്ചുള്ള ധർമ്മം അത് നിർവഹിക്കുന്നുണ്ട്. സംഗീതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വരികളേക്കാൾ വലുത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം സംഗീതം നന്നായാലേ വരികൾ നന്നാവും. വരികൾ മാത്രം നന്നായതുകൊണ്ട് ഒരു പാട്ട് ശ്രദ്ധിക്കപ്പെടില്ല. തിരിച്ചുമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഞാൻ പറയും. തിരിച്ചല്ല, ഒരിക്കലും അല്ല. ഞാൻ എഴുത്തുകാരനായാൽ പോലും ബേസിക്കലി മ്യൂസിക് എന്നുള്ള സാധനം വളരെ നല്ല രീതിയിൽ അത് അവതരിപ്പിക്കപ്പെടണം. എന്നാൽ മാത്രമേ വരികൾക്ക് ജീവൻ ഉണ്ടാവും. പിന്നെ വരികൾക്ക് ജീവൻ ഉണ്ടായാൽ അത് അതിനെ എൻഹാൻസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ബേസിക്കലി സംഗീതമാണ്. അപ്പൊ സംഗീതം ഇന്നത്തെ ഒരു ധർമ്മം, ഒരു പെർട്ടിക്കുലർ ആക്സെപ്റ്റിനെ അത് അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ പാട്ടുകൾ നല്ലതാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ മ്യൂസിക്കാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ സാഹിബയില് ഇപ്പൊ സാഹിബ എന്ന് 8 പ്രാവശ്യം ഒരു സ്ഥലത്ത് സാഹിബ എന്ന് പാടുന്നുണ്ട്. എപ്പോഴെങ്കിലും ഇത് അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ ചുമ്മാ ഇങ്ങനെ അനുകരിച്ച് നോക്കി. എനിക്ക് തോന്നുന്നത് അത് ഹരിഹരൻ സാറിന് തന്നെ അനുകരിക്കാൻ പറ്റില്ല. സാറ് രണ്ടാമത് ചെയ്യുമ്പോ തന്നെ അത് മാറും. പക്ഷെ എപ്പോഴെങ്കിലും സ്വകാര്യമായിട്ട് ബാത്റൂമിൽ എവിടെയെങ്കിലും പാടില്ലേ? രാജീവ് പാടില്ല? ഇല്ല, ഞാൻ പാടാറുണ്ട്. പക്ഷെ അത് എനിക്കറിയില്ല, അത് എങ്ങനെ ചിലരോടൊക്കെ പാടും. അത് പഴയ പാട്ടുകളൊക്കെ പിടിച്ച് പാടും. അല്ല, സ്വന്തം പാട്ട് ഈ പറയുന്ന പോലെ സാഹിബയൊക്കെ എപ്പോഴെങ്കിലും പാടാൻ നോക്കിയിട്ടുണ്ടോ? എനിക്ക് ഒരു കൗതുകം കൊണ്ട് ചോദിക്കാനുണ്ടോ? കൗതുകം കൂടുതലാണെന്ന് ആരും ട്രോളരുത്. ഇല്ല അറിയാൻ വേണ്ടി ചോദിക്കുക. ഇല്ല, അങ്ങനെ ശ്രമിച്ചിട്ടൊന്നുമില്ല. ഞാനൊക്കെ ഇപ്പം ഞാൻ കേൾക്കാറുണ്ട്. ആക്ച്വലി ഞാൻ ചില സമയങ്ങളിൽ ഞാൻ എഴുതിയ പാട്ടുകൾ പലപ്പോഴും ഞാൻ 6 മാസത്തോളം കേൾക്കാറില്ല. ചില ദിവസങ്ങളിൽ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കും. അത് ചില ഓർമ്മകൾ കൊണ്ടുവരുന്നു, ചില ഓർമ്മകളെ നനയ്ക്കുന്നു, കൂടുന്നു, അങ്ങനെയുള്ളൂ.